ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ, എന്താണ് വിഷമത്തോടെ ഇരുന്ന ഒരു ആലോചന? എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞോ, ഞാൻ കുറച്ച് മോട്ടിവേഷൻ തരാം. തന്റെ മോട്ടിവേഷൻ കിട്ടിയിട്ട് എന്തിനാ? വിഷമിച്ചിരിക്കുന്ന ഞാൻ ആത്മഹത്യ ചെയ്യാനോ? താൻ പോ. അതിൽ പല ഒരു മോട്ടിവേഷൻ എനിക്ക് വേറെ കിട്ടാനില്ല. അപ്പോ വിഷമിച്ചിരുന്നല്ലേ? എനിക്ക് തോന്നിയതായിരിക്കും. അല്ല, ശരിക്കും വിഷമിച്ചിരുന്നത് തന്നെയാ. തന്റെ സാന്നിധ്യം അതങ്ങ് മാറ്റി. ഈ പറഞ്ഞാൽ എല്ലാരും പറയാറുണ്ട് കേട്ടോ. എത്ര ടെൻഷനിലിരുന്നാലും എന്റെ മോട്ടിവേഷൻ കേട്ട അപ്പൊ ചാർജ് ആവും. മണ്ടത്തരത്തെ ആരും മോട്ടിവേഷൻ എന്ന് പറയാറില്ല. താൻ ശല്യപ്പെടുത്താതെ ഒന്ന് പോയേ. ഞാൻ ഇവിടെ കുറച്ചു നേരം ഒന്ന് സമാധാനമായിട്ടിരുന്നോട്ടെ. തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോണ്ടാ ഞാൻ ഇവിടെ വന്നിരുന്ന. അപ്പൊ താൻ ശല്യപ്പെടുത്താൻ വരില്ലേ പ്ലീസ്? ഞാൻ ശല്യാണെങ്കിൽ ഞാൻ മാറിത്തരാം. താൻ സൗകര്യം പോലെ ആലോചിച്ചിരുന്നോ? അതെ, നമ്മുടെ മനസ്സിലെ സങ്കടം ആരോടെങ്കിലും പറഞ്ഞാൽ അത് നമുക്ക് ആശ്വാസം കിട്ടുമെന്ന് ഇവിടുത്തെ മുത്തശ്ശി എപ്പോഴും പറയാറുണ്ട്. അപ്പോ തന്റെ സങ്കടങ്ങളൊക്കെ താൻ പോയി മുത്തശ്ശിയോട് പറ. അപ്പൊ മുത്തശ്ശി എന്നെ ആശ്വസിപ്പിക്കും. അയ്യോ, ഞാൻ എന്റെ കാര്യമല്ല പറഞ്ഞത്. തന്റെ സങ്കടങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ തനിക്ക് ആശ്വാസം കിട്ടുമെന്നാ ഞാൻ പറഞ്ഞത്. അങ്ങനെ എന്റെ സങ്കടങ്ങൾ പറയാൻ എനിക്ക് ആരെങ്കിലും വേണ്ടേ? അമ്മയോടോ ചന്ദ്രയമ്മയോടോ പറയാന്ന് കരുതിയാ അത് അവർക്കും വിഷമാവും. പിന്നെ വേറെ ആരിയ്ക്കുന്നു ഇവിടെ എന്റെ വിഷമം കേൾക്കാനും ആശ്വസിപ്പിക്കാനും? കുട്ടി പലതും കാണുന്നുമില്ല, ശ്രദ്ധിക്കുന്നുമില്ല. ചന്ദ്രാമയും സീതാന്റി അല്ലാതെ തന്നെ മനസ്സിലാക്കാനും ആശ്വസിപ്പിക്കാനും വേറൊരാൾക്ക് പറ്റും. വേറെ ആര്? ഇവിടുത്തെ സാറോ? എന്റെ വിഷമങ്ങളൊക്കെ സാറിനെ അറിയിക്കുന്ന എന്തിനാ? സാറല്ല. പിന്നെ ആര്? തന്റെ വളർത്തമ്മ രമാ മേഡോ? ബെസ്റ്റ്. വിഷമവും കൊണ്ട് അങ്ങോട്ട് ചെന്ന് വിഷമം ഇരട്ടിയാക്കി തിരിച്ചു വരാം. ഈ വീട്ടിൽ ഇത്രയും പേരേ ഉള്ളോ? പിന്നെ ഉള്ളത് അർജുൻ സാറാ. നേരെ ചെവേ കാണാൻ പോലും ആളെ കിട്ടില്ല. എനിക്കതിന് മാത്രം പരിചയവും ഇല്ല. ചത്താലും എന്റെ പേര് പറയുന്നുട്ടോ. ഞാൻ എന്നെ തന്നെ നേരത്തെ മെൻഷൻ ചെയ്തത്. ഓ, താൻ തന്നെ തന്നെയാണോ പറഞ്ഞേ? വിഷമം പറയാൻ പറ്റിയ ഒരാള്. എല്ലാ ആഴ്ചയും മുടങ്ങാതെ മാഡത്തിന്റെ കയ്യിന്ന് തല്ലും മാട്ടും തുപ്പും ഒക്കെ വാങ്ങി വിഷമിച്ച് നടക്കുന്ന തന്നോട് ഞാൻ എന്റെ വിഷമം പറഞ്ഞിട്ട് എന്താ കാര്യം? ആദ്യം താൻ തന്നെ സമാധാനപ്പെടുത്ത്, എന്നിട്ട് എന്നെ സമാധാനപ്പെടുത്താം. ഇനി ഞാൻ തന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. എന്റെ ഉള്ളിലെ വിഷമങ്ങളൊക്കെ മറ്റൊരാളോട് പറഞ്ഞ ആശ്വാസം കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് അവരെ കൂടെ അറിയിക്കാന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കാനില്ല. ഇവിടുത്തെ മുത്തശ്ശിക്ക് അത് പറയാം. കാരണം അവർക്കൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല. മറ്റൊരാള് സഹായിക്കുന്ന ഉറപ്പുണ്ടെങ്കിലേ നമ്മളത് അവരോട് പറയാവൂ. എന്റെ കാര്യത്തില് ആർക്കും സഹായിക്കാൻ കഴിയില്ല. എന്റെ പ്രശ്നങ്ങളും വിഷമങ്ങളും എല്ലാം എന്റേതും എന്റെ കുടുംബത്തിന്റെയും മാത്രമാ. അത് സ്വകാര്യമായിട്ടിരിക്കുന്നത് തന്നെ എനിക്കിഷ്ടം. മാറങ്ങോട്ട്.